ഹായ് ഹലോ. നമ്മളെ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇല്ലേ ഫേസിലും നെക്കിലും മാത്രമല്ലേ അപ്ലൈ ചെയ്യാറുള്ളൂ. നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ കൈ. നമ്മളെ കൈ ഫേസും അതുപോലെ നെക്കും വെയിലും കൊള്ളുന്ന പോലെ തന്നെ ടാൻ അടിക്കുന്ന പോലൊക്കെ തന്നെ നമ്മുടെ കയ്യിലും ആവുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു ഹോം റെമഡി നോക്കിയാലോ? വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തു. ആദ്യം നമുക്കൊരു സ്ക്രബാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും അതിനകത്ത് നമ്മൾ റാഗി പൗഡറും അതുപോലെ തന്നെ അരി പൗഡറാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. നമ്മളൊരു സ്ക്രബാണ് ആദ്യം ട്രൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹാൻഡ് പാക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കയ്യിൽ നന്നായിട്ട് എന്ത് ചെയ്യുക, തേച്ച് പിടിപ്പിക്കാം. കൈ നന്നായിട്ട് കഴുകുക കേട്ടോ. നമ്മുടെ കയ്യിൽ ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലത്തെ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുക. നന്നായിട്ട് ഡ്രൈ ആവട്ടെ. ഡ്രൈ ആയിട്ട് കുറച്ച് നന്നായിട്ടൊരു മസാജ് കൊടുത്തിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കൈ മാത്രം ഇങ്ങനെ കറുത്തിരിക്കുന്നത് വെച്ചാൽ എനിക്ക് 2-3 കാരണങ്ങളുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് 2 വീലർ ഓടിക്കുന്നത് കൊണ്ടും അത് തന്നെയല്ല ഞാനതുപോലെ സൺ പ്രൊട്ടക്ഷന് കവർ ചെയ്യുന്ന കോട്ടുകളോ അതുപോലെ തന്നെ അതൊന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റായിട്ട് ഞാനങ്ങനെ വണ്ടി ഓടിച്ച് പോവുകയാണ് ചെയ്യാറ്. ഞാനത് ശ്രദ്ധിക്കാറ് പോലുമില്ല. അതാണ് ആ കൈ പിടിക്കുന്നതിൻ്റെ അവിടെ തന്നെ ആ കളർ വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പാക്കിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും അതേപോലെ തന്നെ അതിനകത്ത് റാഗി പൗഡറും അരി പൗഡറും അതിൻ്റെ കൂട്ടത്തിൽ ബ്രൂവിൻ്റെ പൗഡറും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പാക്കായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പാക്കുകളും ഫേസിലും അതുപോലെ തന്നെ കയ്യിലും കൂടെ ഉപയോഗിക്കാം. നിങ്ങളും അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. കാരണം ഫേസിലൊരു കളറ് നമ്മുടെ കയ്യിൽ വേറൊരു കളറാവുന്നതിൻ്റെ മെയിൻ കാരണം ഇതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന എല്ലാ പാക്കുകളും കയ്യിലും കൂടെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ അതേപോലെ നമ്മൾ ഫേസിൽ ചിലപ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കും. ഞാൻ അങ്ങനെയാണ്, പുറത്തൊക്കെ പോകുമ്പോൾ ഫേസിൽ സൺസ്ക്രീൻ ഉപയോഗിക്കും, പക്ഷേ കയ്യിൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും സ്കിന്നിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാവും. അപ്പോൾ അതും കൂടി നമ്മൾ മനസ്സിൽ വെക്കുക. എന്നാലും നമ്മൾ ട്രൈ ചെയ്യുക കേട്ടോ. നമ്മുടെ കളർ ചേഞ്ച് അത് നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ നാളുകളായിട്ട് നമ്മുടെ കയ്യിൽ ഒടിഞ്ഞുകൂടിയിരിക്കുന്ന ടാനൊന്ന് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ല കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് നമ്മുടെ കൈയും കൂടി കെയർ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ബൈ.